ഫോട്ടോ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് വീഡിയോ ഈസ് സ്പോൺസേഡ് ബൈ Insta360. അവരുടെ ഏറ്റവും പുതിയ ഇറങ്ങാൻ പോകുന്ന, ഞാൻ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ദിവസം ഇതിൻ്റെ ലോഞ്ചാണ്. Insta360 X5 ആണ് എൻ്റെ കയ്യിലുള്ളത്. Insta360 തൊപ്പിയും കുപ്പായൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ ഒരു അൺബോക്സിങ് പ്ലസ് ഇതിൻ്റെ തൊട്ട് പ്രീവിയസ് വേർഷൻ ആയിട്ടുള്ള X4 ആയിട്ടുള്ള ചെറിയൊരു കമ്പാരിസൺ, ഒരു റിവ്യൂ ഒന്നല്ല, അൺബോക്സിങ്ങും ചെറിയൊരു കമ്പാരിസൺ, എങ്ങനെയുണ്ട് സാധനം നോക്കുന്ന ഒരു വീഡിയോ ആണ്. ബോക്സിൽ വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. നമ്മുടെ Insta360 X5 വരുന്നുണ്ട്, അതിൻ്റെ ഒരു ചാർജിങ് കേബിള്, പ്രൊട്ടക്റ്റീവ് പൗച്ച്, പിന്നെ ലെൻസ് വൈപ്പ് ചെയ്യുന്നൊരു ക്ലോത്ത്, പിന്നെ ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ഇത് വാറണ്ടി കാർഡൊന്നും പറഞ്ഞില്ല. ചാർജർ ഇതാ ഇതിൽ ഇല്ല എന്നിവിടെ അങ്ങനെ മാർക്കിട്ട് കാണിച്ചിട്ടുണ്ട്. യൂഷ്വലി ഇപ്പോൾ ഒരു ഡിവൈസുകളുടെ കൂടിയും ചാർജർ വരാറില്ലല്ലോ, അപ്പോൾ അതൊരു അത്ഭുതമൊന്നുമില്ല. വെൽക്കം ടു ഫോട്ടോ ചാനൽ. തുറക്കുമ്പോൾ തന്നെ നമ്മുടെ X5 അവിടെ ഇരിപ്പുണ്ട്. എവ്രി മൊമെൻറ്റ് എവ്രി ആംഗിൾ നോ ലിമിറ്റ്സ്. ക്യാമറേൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ റേറ്റ് Insta360 അനൗൺസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനത് കിട്ടിയതിന് ശേഷം കമൻറ്റിൽ പിൻ ചെയ്യാം. ഓണാക്കി വെക്കാം. ഇതിൻ്റെ ആപ്പ് വെച്ച് ആക്ടിവേറ്റ് ചെയ്യണം. തൽക്കാലം ഓഫ് ചെയ്യാം. ബാറ്ററി റിമൂവ് ചെയ്യാൻ. വേറെന്തുണ്ട് ബോക്സിൽ നോക്കാം. ഓക്കെ, ക്യാമറയുടെ ഒരു സ്റ്റോറേജ് പൗച്ച് ഉണ്ട്. അതിനകത്തുള്ളത് ലെൻസ് വൈപ്പ് ചെയ്യുന്ന ക്ലോത്ത്, USB-C കേബിൾ. തൽക്കാലം ഈ ക്യാരി കേസിൻ്റെ അകത്ത് ഇരിക്കട്ടെ. അത്രേ ഉള്ളൂ ബോക്സിനകത്ത്, സിമ്പിൾ. അപ്പോൾ Insta360 തൊപ്പീൻ്റെ കുപ്പായത്തിനും കൂടെ അയച്ചെന്ന മറ്റൊരു ബോക്സാണിത്. ഇത് നമ്മുടെ Insta360 X5 മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന സാധനമല്ല. അപ്പോൾ ഞാൻ അൺബോക്സിങ് കഴിഞ്ഞിട്ട് ആ ബോക്സിലേക്ക്, ഈ ഒരു പൗച്ചിലേക്ക് മാറ്റിയതാണ്. പിന്നെ അതുപോലെ തന്നെ അവരൊരു എക്സ്ട്രാ ബാറ്ററി നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ബോക്സിൻ്റെ കൂടെ കിട്ടുന്നതല്ല. 360 ക്യാമറ എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ചുരുക്കി എന്താ സംഭവം എന്നൊന്ന് പറഞ്ഞുതരാം. ഇതാണ് 360 ക്യാമറ. ഇതിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് ലെൻസ് കാണാൻ പറ്റും. രണ്ട് സൈഡിലാണ് ലെൻസ് ഉള്ളതെങ്കിലും ഈ ക്യാമറയ്ക്ക് എല്ലാ ഡയറക്ഷനും, അതായത് ഒമ്നി ഡയറക്ഷനിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ഡയറക്ഷനും ഈ ക്യാമറയ്ക്ക് കാണാൻ പറ്റുമെങ്കിലും ഈ സൈഡിലെ ചെറിയൊരു ഡോട്ട് മാത്രം ഈ ഒരു ക്യാമറയുടെ ബ്ലൈൻഡ് സ്പോട്ടാണ്. അപ്പോൾ നമ്മളൊരു സെൽഫി സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ Insta360യുടെ കൂടെ കിട്ടുന്ന സെൽഫി സ്റ്റിക്കുകളൊന്നും ഇത് ബെൻഡാവില്ല, കണ്ടോ, സ്ട്രെയിറ്റ് ഈ ഒരു പോയിന്റിൽ മാത്രമേ നിൽക്കുള്ളൂ. ഇങ്ങനെയുള്ള സ്റ്റിക്കുകളെ നമ്മൾ ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ഒരു പോയിന്റിൽ വന്ന് നിൽക്കുന്ന സ്റ്റിക്കൊക്കെ ഇതിൻ്റെ ബ്ലൈൻഡ് സ്പോട്ടാണല്ലോ. ഈ സ്റ്റിക്ക് വീഡിയോയിൽ മാഞ്ഞു പോവും, കാണൂല. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മറ്റൊരാൾ നമ്മളെ ഷൂട്ട് ചെയ്യുന്ന പോലത്തെ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റും. മാത്രമല്ല എല്ലാ ഡയറക്ഷനും ഷൂട്ട് ചെയ്യാണല്ലോ. അപ്പോൾ ഇത് നമുക്ക് എടുത്തതിന് ശേഷം റീഫ്രെയിം ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക്, ആംഗിളിലേക്ക് ഈ ഒരു ക്യാമറ, ഈ ഒരു വീഡിയോനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് Insta360 അല്ലെങ്കിൽ 360 ക്യാമറയുടെ ഒരു ഉപയോഗം. ഇനി നമുക്കിതിന് തൊട്ട് മുമ്പുള്ള X4ൽ നിന്നും X5ലേക്ക് വന്നപ്പോഴുള്ള മേജർ ചേഞ്ചുകൾ എന്താണെന്ന് നോക്കാം. എല്ലാ ചേഞ്ചുകളും ഞാൻ പറയുന്നില്ല. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇത് കൊള്ളാൻ തോന്നിയ 3-4 ചേഞ്ചസ് ഞാൻ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട അടിപൊളി ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, ഇതുവരെയുള്ള 360 ക്യാമറകൾക്കൊക്കെ ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ലെൻസാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അത് എങ്ങനെ വീണ് കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു ലെൻസ് നിലത്ത് തട്ടും. ഇതുവരെയുള്ള ക്യാമറകളുടെ ലെൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അതേപോലെ സർവീസ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലെൻസ് മാറ്റാൻ പറ്റില്ല. ഫുൾ ഡിവൈസ് ഒന്നായിട്ട് മാറ്റണം. അതായത് ഇത് പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരാൾക്ക് വാറണ്ടി ഉണ്ടെങ്കിലൊന്നും കാര്യമില്ല. ഇത് വീണ് ലെൻസ് സ്ക്രാച്ചായി കഴിഞ്ഞാൽ ആ ഡിവൈസ് പിന്നെ നമുക്ക് സർവീസ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ ആ ഒരു സ്ക്രാച്ചോട് കൂടി ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ ഇപ്പോൾ ആദ്യമായിട്ട് Insta360 അവരുടെ 5th ജനറേഷൻ, 5 ജനറേഷന് ശേഷം അവരുടെ ക്യാമറയിൽ യൂസർ റിപ്ലേസബിൾ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ ഈസി ആയിട്ട് സർവീസ് സെൻറ്ററിലൊന്നും പോകാതെ തന്നെ മാറ്റാവുന്ന ലെൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും അടിപൊളി ചേഞ്ച് ആയിട്ട് തോന്നിയത്. പല ആളുകൾക്കും 360 ക്യാമറ മേടിക്കാനുള്ളൊരു പേടി ഇതാണ്. പെട്ടെന്ന് സ്ക്രാച്ചായി കഴിഞ്ഞാൽ പിന്നെ ആ ഡിവൈസ് ഒന്നിനും പറ്റില്ല. എന്നാൽ ആ പ്രശ്നം മനോഹരമായിട്ട് Insta360 ഇപ്പോൾ പരിഹരിച്ചു.
കുറേ കാലത്തിന് ശേഷം കേട്ടോ, അവർക്ക് മുമ്പേ പരിഹരിക്കായിരുന്നു. പക്ഷേ സാറില്ല, ഒരു ഇപ്പോഴെങ്കിലും പരിഹരിച്ചല്ലോ. ഇനി മറ്റൊരു കീ ഡിഫറൻസ് എന്ന് വെച്ചാൽ പ്യുവർ വീഡിയോ മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്നുമില്ല, കുറച്ചും കൂടെ ലോ ലൈറ്റിലൊക്കെ കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് കിട്ടാനുള്ളൊരു മോഡാണ്. ആ ഒരു മോഡിൽ 8K 30 FPS വരെ ഉള്ള മാക്സിമം റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചർ, നമ്മളിതിൻ്റെ നോർമൽ വീഡിയോയിലേക്ക് പോവുകയാണ്. നമ്മളിതിൻ്റെ നോർമൽ വീഡിയോയിൽ പോവുകയാണെങ്കിൽ 4Kയിൽ ഇപ്പോൾ 120 FPS വരുന്നുണ്ട്. 4Kയിൽ മുമ്പ് വന്നിരുന്നത് 100 FPS ആണ്. 100ന്ന് 120ലേക്ക് വലിയൊരു ചേഞ്ച് അല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. മുമ്പുള്ള ക്യാമറയിൽ X4ൽ നമ്മൾ 4K 100ൽ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി അത്ര ഒരു അപ് ടു ദ മാർക്കായിരുന്നില്ല. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ 4K 120 എന്ന് വരുമ്പോൾ നല്ല വൃത്തിയുള്ള ഒരു 1080p ഔട്ട് തരാൻ പാകത്തിനുള്ള ഒരു ക്വാളിറ്റി ഇപ്പോൾ ഇതിൻ്റെ 4K 120ക്ക് ഉണ്ട്. പിന്നെ HDR മോഡിലേക്ക് പോവുകയാണെങ്കിലും 5.7K 30 FPS ആയിരുന്നു X4ൻ്റെ മാക്സിമം HDR വീഡിയോ റെസൊല്യൂഷൻ. അത് 5.7K തന്നെ, പക്ഷെ അത് 60 FPS മാറിയിട്ടുണ്ട്. പിന്നെ ടൈം ലാപ്സിൻ്റെ ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ മുമ്പുണ്ടായിരുന്നത് 8K വീഡിയോ ഉള്ളത് 11K വീഡിയോ ആയിട്ടുണ്ട്. ഇതല്ലാതെ കുറേ മൈനർ ഇമ്പ്രൂവ്മെൻറ്റ്സുകളുണ്ട്. സെൻസറിൻ്റെ സൈസ് കുറച്ച് കൂടിയിട്ടുണ്ട്, ലോ ലൈറ്റ് പെർഫോമൻസ് കൂടാൻ വേണ്ടി. ഇങ്ങനെ ഒരുപാട് മൈനർ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിലും ഞാനിപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളാണ് ഇതിൻ്റെ X4ൽ നിന്നും X5ലേക്ക് വരുമ്പോഴുള്ള ഒരു കീ ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി ഡിഫറൻസ് നോക്കാം. കമ്പാരിസന് വേണ്ടിയിട്ട് ഞാൻ ഈ സ്റ്റിക്കല്ല, എൻ്റെ അടുത്ത് ഒരേപോലത്തെ ഒരേ ലെങ്ത്തിലുള്ള സ്റ്റിക്ക് ഞാനിതിൻ്റെ നമുക്ക് X4ഉം X5ഉം വെച്ചിട്ടൊന്ന് നോക്കാം. വടി ഒന്ന് മൗണ്ട് ചെയ്തതിന് ശേഷം, അതായത് ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് മൗണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എക്സ്റ്റേണൽ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേക്ക് മാറ്റമൊന്നുമില്ല, ബാക്കിലും ഡിസൈൻ മാറി എന്നല്ലാതെ വേറെ കാര്യമായ മാറ്റങ്ങളൊന്നും നമുക്ക് എക്സ്റ്റേണലി കാണാൻ പറ്റില്ല. ഇത് X4, ഇത് X5. X4ൽ ഇവിടെ ഉണ്ടായിരുന്ന USB പോർട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അതല്ലാതെ വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ബാറ്ററിയും കുറച്ച് വലുതായിട്ടുണ്ട്. ബാറ്ററി എത്രയാണെന്ന് മറന്നു പോയി, അപ്പോൾ പറഞ്ഞുതരാം. 2290 mAh ഉള്ളത് 2400 mAh ആയിട്ടുണ്ട്. അപ്പോൾ ഒരു എത്ര mAh കൂടിയ 110 mAh, ചെറിയ മാറ്റമാണ്. പിന്നെ പഴയ ആക്സസറീസ് ഒന്നും പുതിയ ക്യാമറയ്ക്ക് പറ്റൂല എന്ന് അവർ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഡിസൈൻ വ്യത്യാസമുണ്ട്. ഈ പഴയ ബാറ്ററീൻ്റെ ഷേപ്പും ഇതും കണ്ടോ. അപ്പോൾ പഴയ ബാറ്ററി കയ്യിലുള്ള ആളുകൾക്ക് അത് പുതിയ ഡിവൈസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ X4ൻ്റെ അണ്ടർ വാട്ടർ കേസ് ഉണ്ടല്ലോ, നമ്മൾ കാണുമ്പോൾ ഒരേ സൈസാണെന്ന് തോന്നുമെങ്കിലും ചെറിയൊരു ഡിഫറൻസ്, 1 മില്ലിമീറ്റർ ഇതിൻ്റെ താഴോട്ട് കൂടുതലുണ്ട്. കാരണം ഇതിനിപ്പോൾ ഒരു ക്വിക്ക് മൗണ്ട് ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം. ആ ഒരു ക്വിക്ക് മൗണ്ട് വന്നുകൊണ്ട് ഇത് 1 മില്ലിമീറ്റർ ഇതിൻ്റെ ലെങ്ത്ത്, 1-2 മില്ലിമീറ്ററിൻ്റെ ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ, ഇതിൻ്റെ അണ്ടർ വാട്ടർ കേസ് ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല, അതിലിത് കൊള്ളൂല. അപ്പോൾ അതല്ലാതെ കാണാനൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് നോക്കാം. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ X4 തള്ളിയിട്ടിട്ട് അവിടെ കുറച്ച് സ്ക്രാച്ചുകൾ വന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോയിൽ ചെറിയ ഡോട്ട്സ് ആയിട്ട് ഒരുപക്ഷെ കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ അത് ശരിക്കും X4ൻ്റെ പ്രശ്നമല്ല, അതെൻ്റെ ഡിവൈസിന് സ്ക്രാച്ച് വന്നുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഫുൾ ലെങ്ത്തിലേക്ക് രണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാണ്. നോർമൽ വീഡിയോ മോഡിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. 5.7K 60, 5.7K 60. സാധാരണ നമ്മളുടെ റിസൾട്ട് കളർ ചെയ്തിട്ടാണ് കാണിക്കാറുള്ളെങ്കിലും ഇത് ഞാൻ കളർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവണമല്ലോ. അപ്പോൾ രണ്ട് ക്യാമറയിൽ ഞാൻ ഒരേ സെറ്റിങ്സ് തന്നെ വെച്ചിട്ടുണ്ട്. 5.7K 60 FPS ആണ്. എക്സ്പോഷർ കോമ്പൻസേഷൻ ഞാൻ 0ൽ ഇട്ടിട്ടുണ്ട്. ഓട്ടോ സെറ്റിങ്സ്, കളർ പ്രൊഫൈൽ, സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നോർമൽ കളർ പ്രൊഫൈലാണ് രണ്ടും ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ Insta360 X5 എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ Insta360 X4 എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ ഒരു ഓഡിയോ അത് Insta360 X5 എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഓഡിയോ Insta360 X4 എന്നുള്ളതാണ്. ഇനി നമുക്ക് HDR ടെസ്റ്റ് ചെയ്യാം. X4ൽ നമുക്ക് HDRന് വേറെ തന്നെ ഒരു മോഡായിരുന്നെങ്കിലും X5ലേക്ക് വരുമ്പോൾ HDR നമുക്ക് നോർമൽ വീഡിയോ മോഡ് തന്നെയാണുള്ളത്. അത് നമുക്ക് ഇങ്ങനെ ഓണും ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ X4ൽ HDR 5.7K 30 FPS ഉള്ളൂ, ഇതിൽ 60 FPS ഉണ്ട്. അപ്പോൾ ഞാനിത് 60 FPS-ലും ഇത് HDR 30 FPS-ലും, അതായത് ഹയർ സെറ്റിങ്സ് പോസിബിളാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു HDR ഫൂട്ടേജ് Insta360 X5 എന്നുള്ളതാണ്. ഞാനൊന്നിങ്ങനെ കറങ്ങാം, അപ്പോൾ വെയിലിൻ്റെ ആ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാമല്ലോ. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു ഫൂട്ടേജ് HDR ഫൂട്ടേജ് അത് Insta360 X4 എന്നുള്ളതാണ്. ഞാനൊന്ന് കറങ്ങാം. അപ്പോൾ ഇതാണ് ഈ രണ്ട് ക്യാമറകളും തമ്മിലുള്ള HDRൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ ഞാനുള്ളത് ബീച്ചിലാണ്, നിങ്ങൾക്ക് കാണാം.
ഇവിടെ നല്ല വിൻഡിയാണ്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന നോർമൽ ഓഡിയോസൊക്കെ ഞാൻ എൻ്റെ മൈക്കിൽ റെക്കോർഡ് ചെയ്തതാണ്. നമ്മുടെ ഇൻസ്റ്റാ 360 എന്നുള്ള ഓഡിയോ എന്ന് പറഞ്ഞ് കേൾപ്പിച്ചെന്ന ഭാഗം മാത്രമേ ഞാൻ ഇതൊന്ന് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് സ്റ്റിക്കിൽ ഇങ്ങനെ ദൂരെയാണല്ലോ പിടിച്ചത്. അപ്പോൾ ഇവിടെ നല്ല വിൻഡിയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു മൈക്കിൻ്റെ ക്വാളിറ്റി അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അടുത്ത് പിടിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ ഒരു സൗണ്ട് ഇൻസ്റ്റാ 360 X5 എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ ഒരു സൗണ്ട് ഇൻസ്റ്റാ 360 X4 എന്നുള്ളതാണ്. 1 2 3 മൈക്ക് ടെസ്റ്റ് ഇൻസ്റ്റാ 360 X5, 1 2 3 മൈക്ക് ടെസ്റ്റ് ഇൻസ്റ്റാ 360 X4. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ 4K 100 FPS അല്ലെങ്കിൽ 4K 120 FPS, അതിൽ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 4K അൾട്രാ സ്ലോമോ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ഋഷികേഷ് ഉണ്ട്. ഹൈ ഋഷികേഷ് ബോസ് പാർക്കോർ പിന്നെ അങ്ങനത്തെ ചാടി മറിയ അതിൻ്റെ ആളാണ്. അപ്പോൾ നമ്മൾ അവനെ വെച്ചിട്ടാണ് ഇതിൻ്റെ ആ ഒരു അൾട്രാ സ്ലോമോ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇൻസ്റ്റാ 360 X4, അതിൽ മാക്സിമം സ്ലോമോ ഉള്ളത് 4K 100 FPS ആണ്. നമുക്ക് ആദ്യം അതിൻ്റെ ക്വാളിറ്റി കാണാം. റെഡി അല്ലേ ഋഷി? നീ അന്നിങ്ങനെ ഓടിയിട്ട് ഇങ്ങനെ ചാടിയ സാധനമല്ലേ, അതാ വേണ്ടേ നമുക്ക്? ഓക്കെ, യെസ്. വടി ഫുൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 4K 100 FPS റെക്കോർഡ് സ്റ്റാർട്ട്. ഋഷി, നമുക്ക് ഈ സാധനം 2 എണ്ണം ചെയ്യണം കേട്ടോ, 2 ക്യാമറ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേപോലെ ചെയ്യണേ. അപ്പോൾ ഒരേപോലത്തെ ക്യാമറ മൂവ്മെൻ്റ് തന്നെ ഞാനും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ ഋഷി, റെഡി? ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇൻസ്റ്റാ 360 X4 എന്നുള്ള 4K 100 ഫ്രെയിം പെർ സെക്കൻഡിൻ്റെ വീഡിയോ ആണ്. ഈ കാണുന്നത് ഇൻസ്റ്റാ 360 X5 എന്നുള്ള 4K 120 FPSൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ 4Kയിലൊക്കെ വീഡിയോ ഇട്ട് കാണുന്ന ആളുകൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ചെറിയൊരു മൈനർ ക്വാളിറ്റി ഡിഫറൻസ് കാണാൻ പറ്റും. അത്രയുള്ള ആ ഒരു ക്വാളിറ്റിയിലെ ഡിഫറൻസ്. പക്ഷേ ഒരു അൾട്രാ സ്ലോമോ വീഡിയോ എന്ന് പറയുമ്പോൾ അത് നല്ലൊരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഋഷിയായിട്ട് ഇവിടെ 2ാമത്തെ പ്രാവശ്യം വരുന്നത്. നമ്മൾ ആദ്യം ഇൻസ്റ്റാ 360 22 ഇന്നാണല്ലോ ലോഞ്ച്. അപ്പോൾ ലോഞ്ച് ഡേക്ക് അവരുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ഋഷിയും 2 ദിവസം മുമ്പ് അവിടെ വന്നിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഋഷീനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ കാണിച്ചു തരാം. ഇതിൻ്റെ ഇൻസ്റ്റയിലും ഇൻസ്റ്റാ 360 ഗ്ലോബലിൻ്റെ പേജിലും വരുന്ന വീഡിയോ ആണ്. അവിടെ കയറിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അന്ന് ഷൂട്ട് ചെയ്ത് പോയതിനു ശേഷം ഇവനും ആ റിസൾട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഋഷി, ഇതാണ് ആ വീഡിയോ. Let's go. ഇപ്പോൾ വരും. Wow. കൊള്ളാല്ലേ? അടിപൊളി. ഇത് നമ്മൾ ഇൻസ്റ്റാ 360ക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്ത ഒരു കോണ്ടൻ്റാണ്. ഇനി നമ്മൾ 2 ക്യാമറേൻ്റെയും ലോ ലൈറ്റ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഫുൾ എക്സ്റ്റെൻഡ്. അപ്പോൾ നമ്മുടെ X5ൽ പുതിയതായിട്ട് വന്ന ഒരു ഡെഡിക്കേറ്റഡ് ലോ ലൈറ്റ് മോഡുണ്ട്, പ്യുവർ വീഡിയോ മോഡ്. X5ൽ നമ്മൾ അതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. X4ൽ നമ്മൾ നോർമൽ 5.7K 30 FPS ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. കാരണം പ്യുവർ വീഡിയോ മോഡിൽ 30 FPS ഉള്ളൂ. അപ്പോൾ പ്യുവർ വീഡിയോ മോഡ് ഇത് 5.7K 30. ഇപ്പോൾ ലോ ലൈറ്റ് മോഡിലാണുള്ളത്, അല്ലെങ്കിൽ പ്യുവർ വീഡിയോ മോഡിലാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫുട്ടേജ് ഇൻസ്റ്റാ 360 X5 എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ കാണുന്ന ഫുട്ടേജ് ഇത് ഇൻസ്റ്റാ 360 X4 എന്നുള്ളതാണ്. X5 X4. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസിൻ്റെ ഡിഫറൻസ്. ഞാൻ ഒന്ന് കറങ്ങി കാണിച്ചു തരാം. എനിക്കിതവിടെ സ്ക്രീനിൽ നോക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട്. ഇത് കുറച്ച്, അതായത് നമ്മളെ X5 കുറച്ച് നോയ്സ് ഫ്രീ ആണ്, കുറച്ചുകൂടെ വെളിച്ചമുണ്ട് സ്ക്രീനിൽ കാണാൻ. അപ്പോൾ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് ഐറ്റങ്കണ്ടിൻ്റെ മുടി ഞാൻ എൻ്റെ കോളേജ് ടൈമിലെ ഹെയർ സ്റ്റൈലിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ്. തൊപ്പിയും പിടിക്കും ഋഷി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റാ 360 X5ൻ്റെ കാര്യങ്ങൾ. ഞാൻ മേജർ ഡിഫറൻസുകളും സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തന്നു. ഇനി എൻ്റെ ഒരു വേർഡിക്ക് പറയാം. ബൈ ദ വൈ, ഇത് ഇൻസ്റ്റാ 360 സ്പോൺസേർഡ് വീഡിയോ ആണെങ്കിലും ഇതിൽ എനിക്ക് തോന്നി എൻ്റെ സ്വന്തം അഭിപ്രായം പറയാം. അപ്പോൾ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഇൻസ്റ്റാ 360 X4 ഉണ്ടെങ്കിൽ X4ൽ നിന്നും X5ലേക്ക് മാറാൻ മാത്രമുള്ള ഡിഫറൻസുകളില്ല.
പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ളത് X3 അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഏതെങ്കിലും Insta360 ഗാഡ്ജറ്റാണ്. എന്നിട്ട് നിങ്ങളൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ X5 നല്ലൊരു അപ്ഗ്രേഡാണ്. എസ്പെഷ്യലി കൺസിഡറിങ് ദ റിപ്ലേസബിൾ ലെൻസസ്. അടിപൊളി മാറ്റമായി. ഇത്രയും കാലം എത്രയോ ആളുകൾ ഈ ലെൻസ് സ്ക്രാച്ചായിരുന്ന് കരഞ്ഞിട്ടുണ്ടാകും. കാരണം വേറൊന്നും ചെയ്യാമല്ലോ, ഈ ക്യാമറ എടുത്ത് ഷോക്കേസിൽ വെക്കുക അല്ലെങ്കിൽ പെട്ടിയിലാക്കുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. വേറെ ഒന്നും റിപ്പയർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് യൂസർ റിപ്ലേസബിൾ ലെൻസ് കൊണ്ടുവന്നത്. അതിൽ ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് Insta360 ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും ഞാൻ അവർക്ക് കൊടുക്കുന്നൊരു ഫീഡ്ബാക്കാണ് ലെൻസിൻ്റെ കാര്യത്തിൽ. ആദ്യമായിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് അവർ കേട്ടു, റിപ്ലേസബിൾ ലെൻസ് വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം, അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു ഡിവൈസ് ഇറങ്ങുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ആഷിഖ് അസീം സൈനിങ് ഔട്ട്. നമ്മളെ ചെക്കൻ എന്തായി പോയി? മോനാണോ നിൽക്കണേ? ഹായ് ഗായ്സ്, I am underwater. Bulu 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 bulu.